വാർത്തകൾ വേഗത്തിൽ നോക്കാം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ചീഫ് സെക്രട്ടറിക്ക് മുന്നിലെ ഹിയറിംഗിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഓരോ ഫയലും ഓരോ ജീവനെടുക്കാനുള്ള അവസരമായി കാണരുത്. നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ച പ്രൊമോഷൻ ഉടനടി നൽകണം. ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല. എന്നാൽ അതിനുള്ള സാഹചര്യം ഒരുക്കരുതെന്നും പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സൗദിയിൽ പോയപ്പോൾ അവിടെ പള്ളിയിൽ മൈക്ക് വെച്ചുള്ള വാങ്കുവിളി കേട്ടില്ലെന്ന വിവാദ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം. ഒരു വാക്ക് തെറ്റിപ്പോയതിന്റെ പേരിൽ പ്രിയപ്പെട്ടവർ പോലും തന്നെ തള്ളിപ്പറഞ്ഞു. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഭരണഘടനാ പരാമർശത്തിൽ താൻ ചതിക്കപ്പെട്ടെന്നും സജി ചെറിയാൻ. പാർട്ടി യോഗത്തിൽ പാർട്ടി കേഡർമാരോട് പറഞ്ഞത് ചിലർ ചോർത്തി പുറത്തു നൽകി. 10ാം ക്ലാസ് പാസ്സായവരിൽ മലയാളം അക്ഷരം എഴുതാൻ അറിയാത്തവർ ഉണ്ടെന്ന് പറഞ്ഞത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലെന്നും മന്ത്രി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മലപ്പുറം പരാമർശത്തിൽ അടക്കം വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയുമായി മന്ത്രി സജി ചെറിയാൻ. വെള്ളാപ്പള്ളി ഇടതുവിരുദ്ധനല്ല, ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്നയാളാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുമായി വെള്ളാപ്പള്ളിക്ക് ബന്ധമില്ലെന്നും സജി ചെറിയാൻ. ഉമാ തോമസിന്റെ വിമർശനത്തിൽ വൈകാരികമായി പ്രതികരിച്ച മന്ത്രി സജി ചെറിയാൻ. ജീവിതത്തിൽ അങ്ങേയറ്റം സങ്കടമുണ്ടാക്കിയ സംഭവമാണിത്. ഉമാ തോമസിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാവാം തനിക്കെതിരെ പരാമർശം ഉണ്ടായതെന്നും സജി ചെറിയാൻ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. സജി ചെറിയാൻ വെച്ച നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി യോജിക്കാതെ മത്സ്യത്തൊഴിലാളികൾ. ഒഴുക്ക് സുഗമമാക്കാൻ പൊഴി മുറിക്കാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം സമരക്കാർ തള്ളി. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ വിരുന്നിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കുന്നു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവരാനിരിക്കെ നിലമ്പൂരിലെ ബൈപ്പാസ് വിഷയത്തിൽ ഇടപെടലുമായി സർക്കാർ. 27 വർഷത്തോളമായി എവിടെയും എത്താത്ത പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമം. ബൈപ്പാസിനായി 227 കോടി രൂപ സർക്കാർ അനുവദിച്ചു. പ്രദേശവാസികൾ വോട്ട് ബഹിഷ്കരിക്കാൻ ആലോചിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം. കൊല്ലം പൂരത്തിൽ RSS സ്ഥാപകനായ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉപയോഗിച്ചതിൽ കേസെടുത്ത പോലീസ്. പൂരത്തിനിടയിൽ കുടമാറ്റത്തിനാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉപയോഗിച്ചിരുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ പരാതി അന്വേഷിക്കാൻ സിനിമാ സംഘടനകൾ. പരാതി നൽകാൻ ആവശ്യപ്പെട്ടതായി താരസംഘടന അമ്മ ഭാരവാഹിയാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് അമ്മ അഡ്ഹോക് കമ്മിറ്റി അംഗം ജയൻ ചെർത്തലയും വിനു മോഹനും ന്യൂസ് 18നോട് പ്രതികരിച്ചു. സിനിമാ സെറ്റിൽ നടൻ ലഹരി ഉപയോഗിച്ചത് കണ്ടു എന്ന വെളിപ്പെടുത്തലിൽ നടി വിൻസി അലോഷ്യസ് നിന്നും എക്സൈസ് വിവരങ്ങൾ തേടും. പരാതി ഉണ്ടെങ്കിൽ മാത്രം കേസെടുത്ത് അന്വേഷണം നടത്തും. കൊച്ചി എക്സൈസ് ആണ് വിവരങ്ങൾ തേടുക. കൊല്ലത്ത് വിൽപ്പനയ്ക്ക് എത്തിച്ച 6 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. കുണ്ടറ സ്വദേശികളായ അനിൽ, ലിജു എന്നിവരാണ് പിടിയിലായത്. ഇരുവരും കഞ്ചാവിന്റെ മൊത്തക്കച്ചവടക്കാരാണെന്ന് പോലീസ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഡാൻസർ സംഘം പ്രതികളെ പിടികൂടിയത്. ഒറീസയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് വാങ്ങിയതെന്ന് പോലീസ്. ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന്റെ ആത്മഹത്യയിൽ മൂവാറ്റുപുഴ സ്വദേശി അറസ്റ്റിൽ. ഇയാളുടെ നിരന്തര പീഡനം മൂലമാണ് PG മനു ആത്മഹത്യ ചെയ്തതെന്നാണ് കേസ്. പിറവത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കൊല്ലം വെസ്റ്റ് പോലീസ്. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബം ഇന്ന് പരാതി നൽകിയേക്കും. വിദേശത്ത് നിന്ന് എത്തുന്ന അച്ഛനും സഹോദരനും ഏറ്റുമാനൂർ പോലീസിന് പരാതി നൽകാൻ സാധ്യതയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഗാർഹിക പീഡനം ഉൾപ്പെടെ പരാതിയിൽ നൽകിയേക്കും. എറണാകുളം വെടിമറയിൽ പ്ലാസ്റ്റിക് ഉപകരണ നിർമ്മാണശാല കത്തി നശിച്ചു. വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ആളപായമില്ല. അർദ്ധരാത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകൾ എത്തി തീയണച്ചു. പാലക്കാട് ചെർപ്പുളശ്ശേരി അടയ്ക്കാപുത്തൂരിൽ ചായക്കടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയ ഒരു മരണം. മലപ്പുറം തിരൂർ സ്വദേശി തഹസീലാണ് മരിച്ചത്. ചായക്കടയ്ക്ക് മുന്നിൽ നിന്നിരുന്ന യുവാക്കളാണ് അപകടത്തിൽ പെട്ടത്. കൊടൈക്കനാൽ വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചു വരികയായിരുന്നു തഹസീലും സുഹൃത്തുക്കളും. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു.
വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. കേന്ദ്ര സർക്കാരിന്റെ വാദം കൂടി കേട്ട ശേഷമാകും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ച്. വിവിധ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി അമേരിക്ക. ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെയും ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവർക്കെതിരെയുമാണ് നടപടി. ഇതിനോടകം 900-ഓളം വിസ റദ്ദാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. ഇറാൻ US ആണവ ചർച്ചയുടെ 2ാം ഘട്ടം റോമിൽ നടക്കും. ശനിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഒമാൻ മധ്യസ്ഥത വഹിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർക്ചി പറഞ്ഞു. ചർച്ചയുടെ ആദ്യഘട്ടത്തിലും മധ്യസ്ഥത വഹിച്ചത് ഒമാനായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ചർച്ച നടത്തിയത് 2 ഇരുന്നു. IPL-ൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. അവസാന മത്സരത്തിൽ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇരു ടീമും നേർക്കുനേർ എത്തുന്നത്. പഞ്ചാബിനെതിരെ കൂറ്റൻ സ്കോർ പിന്തുടർന്ന് ജയിച്ചാണ് ഹൈദരാബാദ് മുംബൈക്കെതിരെ ഇറങ്ങുന്നത്. അതേസമയം അപരാജിതരായി കുതിപ്പ് തുടർന്ന ഡൽഹിയെ തകർത്താണ് മുംബൈയുടെ വരവ്. രാത്രി 7:30 മുംബൈയിൽ വെച്ചാണ് മത്സരം. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി N. കരുണിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് സുകുമാരനും നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീന R. ചന്ദ്രനും ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഐ ആം കലാം സ്റ്റാൻഡേർഡ് 5Bക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം. മികച്ച കുട്ടികളുടെ ചിത്രമായി ഐ ആം കലാം തിരഞ്ഞെടുക്കപ്പെട്ടു. ബാലനുള്ള പുരസ്കാരം ഏഞ്ചലോ ക്രിസ്ത്യാനോയും നടിയായി ബേബി മെലീസയും തിരഞ്ഞെടുക്കപ്പെട്ടു. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ടോം ജേക്കബാണ്. ചിത്രം സംവിധാനം ചെയ്തത് ലിജു മെത്രാൻ മാത്യു. ഞങ്ങളെ നോക്കി നിങ്ങളും പഠിക്കുന്നു. നീ നോക്കിക്കോടി, നമ്മുടെ പിള്ളേർ പഠിച്ച് വലിയൊരു നിലയിലെത്തും. പൂർണ്ണമാകും.